നായകനു സ്തോത്രം ആദരവായി പാടുവോ. ഭൂതലത്തിൽ നമ്മെ ക്ഷേമമോടെ കാത്ത നായകനു സ്തോത്രം ആദരവായി പാടുവോ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയെല്ലാം മാറിപ്പോകുമേ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയെല്ലാം മാറിപ്പോകുമേ. നല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളാമെന്നുണ്ട്. നല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളാമെന്നുണ്ട്. വാദ്യഘോഷത്തോടെ ഏകമായി വാനവർ സ്തുതിക്കുന്നതിന്റെ, വാദ്യഘോഷത്തോടെ ഏകമായി വാനവർ സ്തുതിക്കുന്നതിന്റെ വന്ധ്യ തിരുപാദം എല്ലാവരും തേടി വന്നതയകന്നു ഇന്നുമെന്നും പാടുവോ. വന്ധ്യ തിരുപാദം എല്ലാവരും തേടി വന്നതയകന്നു ഇന്നുമെന്നും പാടുവോ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയെല്ലാം മാറിപ്പോകുമേ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയെല്ലാം മാറിപ്പോകുമേ. നല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളാമെന്നുണ്ട്. നല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളാമെന്നുണ്ട്. ഏറും ഖേദമെത്രയെന്നാലും എല്ലാത്തെയും നിരത്തിയല്ലോ. ഏറും ഖേദമെത്രയെന്നാലും എല്ലാത്തെയും നിരത്തിയല്ലോ. ഏഴകളിൽ ഭാരം ഏതും ചുമക്കുന്ന ഏകകർത്താവിന് സാദരം നാം പാടുവോ. ഏഴകളിൽ ഭാരം ഏതും ചുമക്കുന്ന ഏകകർത്താവിന് സാദരം നാം പാടുവോ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയെല്ലാം മാറിപ്പോകുമേ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയെല്ലാം മാറിപ്പോകുമേ. നല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളാമെന്നുണ്ട്. നല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളാമെന്നുണ്ട്. എല്ലാവിധ ആവശ്യങ്ങളും നല്ലതുപോൽ ചെയ്തു തരുന്ന, എല്ലാവിധ ആവശ്യങ്ങളും നല്ലതുപോൽ ചെയ്തു തരുന്ന, എല്ലാവർക്കും തീർക്കാൻ നല്ല കർത്താവിന് എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ പാടുവോ. എല്ലാവർക്കും തീർക്കാൻ നല്ല കർത്താവിന് എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ പാടുവോ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയെല്ലാം മാറിപ്പോകുമേ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയെല്ലാം മാറിപ്പോകുമേ. നല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളാമെന്നുണ്ട്.
കൂട്ടം നാദും നിത്യം സ്തുതി പാടുവോ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ മാറിപ്പോകുമേ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ മാറിപ്പോകുമേ. നല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ഗാനങ്ങളും ചെയ്തരുളാമെന്നുണ്ട്. നല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ഗാനങ്ങളും ചെയ്തരുളാമെന്നുണ്ട്. സർവ്വബഹുമാനം സ്തുതിയും പൂർവിനായകനു മഹത്വം. സർവ്വബഹുമാനം സ്തുതിയും പൂർവിനായകനു മഹത്വം. സർവ്വരും സ്തുതിക്കും സർവ്വവല്ലഭനും, അല്ലും പകലും നാം ഹല്ലേലൂയ പാടുവോ. സർവ്വരും സ്തുതിക്കും സർവ്വവല്ലഭനും, അല്ലും പകലും നാം ഹല്ലേലൂയ പാടുവോ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ മാറിപ്പോകുമേ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ മാറിപ്പോകുമേ. നല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ഗാനങ്ങളും ചെയ്തരുളാമെന്നുണ്ട്. നല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ഗാനങ്ങളും ചെയ്തരുളാമെന്നുണ്ട്. സദൃശ്യവാക്യങ്ങൾ 19-23 വാക്യം. യഹോവ ഭക്തി ജീവഹേതുകമാകുന്നു, അതുള്ളവൻ തൃപ്തനായി വസിക്കും, അനർത്ഥം അവന് നേരിടുകയില്ല. ജീവവചന പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. യഹോവ ഭക്തിയും വാഗ്ദത്തങ്ങളും എന്നൊരു വിഷയമാണ് നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. കുടുംബങ്ങളെ, യഹോവ ഭക്തി സകല നന്മയ്ക്കും ദൈവിക ദാനങ്ങൾക്കും ആധാരമായ കാര്യമാണ്. യഹോവ ഭക്തിയുള്ളവൻ ഉറച്ച ദൈവാശ്രയ ബോധത്താൽ തൻ്റെ ജീവിതം നയിക്കുന്നവനുമായിരിക്കും. യഹോവയായ ദൈവം തന്നിൽ ഭക്തിയുള്ളവരെ ഏറെ ഇഷ്ടപ്പെടുകയും അവരോട് കൂട്ടായ്മ പങ്കിടുകയും ചെയ്യുന്നു. ദൈവം തൻ്റെ ഭക്തരെ ഇഷ്ടപ്പെടുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. ഭക്തിയുള്ളവരായി ജീവിതം നയിക്കുക, യഹോവ ഭക്തിയിൽ നിലനിൽക്കുക എന്നൊക്കെയുള്ളത് ഏറെ ശ്രമകരമായ കാര്യമാണ്. യഹോവ ഭക്തനും ഈ ലോകം അനുകൂലമല്ല. ഈ ലോകത്തിന് യഹോവ ഭക്തരായ മനുഷ്യരെ ഇഷ്ടവുമല്ല. അതുകൊണ്ട് തന്നെ പല യഹോവ ഭക്തരും സാഹചര്യത്തിനനുസരിച്ച് തങ്ങളുടെ ഭക്തി തങ്ങൾക്ക് പുറകിൽ എറിഞ്ഞു കളയുന്നവരായി തീരാറുമുണ്ട്. അവർ ചോദിക്കുന്നതും ആശ്വസിക്കുന്നതും, എൻ്റെ ഭക്തി ഇവിടെ വെളിപ്പെടുത്തിയിട്ട് എനിക്കെന്ത് പ്രയോജനം? ഇവിടെ നടത്തിയെടുക്കേണ്ടതായ പല കാര്യങ്ങളും യഹോവ ഭക്തി മുറുകെ പിടിച്ചിട്ട് നടത്തുവാൻ കഴിയാത്തതുമാണ്. അതുകൊണ്ട് ഭക്തി എനിക്ക് പള്ളിയിൽ മാത്രം മതി, അത് എൻ്റെ ഹൃദയത്തിൽ മാത്രം ഇരിക്കട്ടെ എന്നൊക്കെയുള്ള ആശയക്കാർ ഈ കാലഘട്ടത്തിൽ ഏറിയ അളവിൽ വർദ്ധിച്ചു വരുന്നുണ്ട് എന്ന് നമുക്ക് ചുറ്റും നാം കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രിയരെ, യഹോവ ഭക്തിയുള്ളവർ ഇവിടുത്തെ പല വിഷയങ്ങളും ഒഴിഞ്ഞു മാറുകയും പല പല കാര്യങ്ങൾ അവരെ ഒഴിവായി പോവുകയും ചെയ്യുമെന്നും തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. യഹോവ ഭക്തിയുള്ള മനുഷ്യൻ ദൈവത്തിനും മനുഷ്യനും കൊള്ളാകുന്നവനും ഉത്തമനുമായ മനുഷ്യനായിരിക്കും. അവനോട് ദൈവാത്മാവിനുള്ള ശക്തമായ ഉപദേശം, നീ എല്ലായ്പ്പോഴും ഭക്തിയോടിരിക്കുക എന്നുള്ള ഒരു ഉപദേശമാണ്. ഭക്തിയുള്ളവൻ എപ്പോഴും ദൈവം എന്നോട് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അവനോട് ദൈവം പറയുന്നതെല്ലാം അവൻ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തുകൊണ്ടേയും ഇരിക്കും. അതുമൂലം അവൻ എപ്പോഴും തൃപ്തനായി വസിക്കുവാൻ ദൈവം അവനെ അനുഗ്രഹിക്കും എന്ന് വചനപ്രകാരം നാം തിരിച്ചറിയും. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭവും അത് ഭക്തന് ജീവഹേതുകവുമായതാണ്.
അത് അവൻ്റെ ആയുസ്സിനെ ദീർഘമാക്കുന്നതാണ്. യഹോവ ഭക്തി ജീവന്റെ ഉറവയാണ്. അത് ഭൂമിയിലെ വലിയ വലിയ നിക്ഷേപങ്ങളെക്കാൾ, സമ്പാദിക്കുന്ന ധനത്തെക്കാളൊക്കെ നല്ലതും വലുതുമാണ് എന്ന വചനപ്രകാരം പ്രിയരെ നാം വ്യക്തമായി പഠിച്ചിരിക്കണം. യഹോവ ഭക്തി ഒരുവനിലുണ്ടെങ്കിൽ അത് അവനെ ദോഷം വിട്ടകന്ന് നടക്കുവാൻ സഹായിക്കുന്നു. ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്ന, വിശ്വാസത്തിൽ ഉറച്ചിരിക്കുന്ന, പ്രത്യാശയിൽ വർദ്ധിച്ചു വരുന്ന ഒരു ഭക്തനെ അവനിലുള്ള യഹോവ ഭക്തി നിമിത്തം അവനിലേക്ക് ചില ദൈവികമായ ദാനങ്ങളും അനുഗ്രഹങ്ങളും അടുത്തു വരുവാനും പൈശാചികമായ ചില തിന്മകളും ദോഷങ്ങളും ഒക്കെ അവനോട് അടുക്കാതെ അകന്നു പോകുവാനും ഇടയാക്കുന്നുവെന്ന് തിരിച്ചറിയുന്ന വിശ്വാസികൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ മുന്നറിയിപ്പും ആഹ്വാനവും ഇന്ന് നമ്മോട് ശക്തമായി വാദിക്കുന്നു. നീ എല്ലായ്പ്പോഴും ഭക്തിയോടിരിക്കുക, നീ തൃപ്തനായി വസിക്കുക. പ്രിയരെ, ഈ വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. സദൃശവാക്യങ്ങൾ 1:7 വായിക്കുന്നു, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണ്, ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. 9:10 വാക്യത്തിൽ യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭവും പരിശുദ്ധനെക്കുറിച്ചുള്ള പരിജ്ഞാനവും വിവേകവുമാകുന്നു എന്ന് നമുക്ക് വായിക്കുവാൻ കഴിയും. 10:27 യഹോവ ഭക്തി ആയുസ്സിനെ ദീർഘമാക്കുന്നു, ദുഷ്ടന്മാരുടെ സംവത്സരങ്ങളോ കുറഞ്ഞു പോകും എന്നാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. 14:26 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണാൻ കഴിയുന്നു, യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്, അവന്റെ മക്കൾക്കും ശരണം ഉണ്ടാകും. അതിന്റെ അടുത്ത വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യഹോവ ഭക്തി ജീവന്റെ ഉറവാകുന്നു, അതിനാൽ മരണത്തിന്റെ കണികളെ ഒഴിഞ്ഞു പോകും എന്ന് കാണും. 16:6 വായിക്കുന്നത്, ദയയും വിശ്വസ്തതയും കൊണ്ട് അകൃത്യം പരിഹരിക്കപ്പെടുന്നു. യഹോവ ഭക്തി കൊണ്ട് മനുഷ്യൻ ദോഷത്തെ വിട്ടകലും. 22-ാം അധ്യായത്തിൽ വായിക്കുന്നത്, താഴ്മയ്ക്കും യഹോവ ഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനും ആകുന്നു എന്ന്. പ്രിയരെ, യഹോവ ഭക്തിയുള്ളവർക്ക് ഈ വക ഗുണങ്ങളും നന്മകളും അനുഗ്രഹങ്ങളും ലഭ്യമാകുവാനുള്ളതാകിയ ഒരു ദൈവ പൈതൽ എന്ത് ചെയ്യണം എന്ന അപ്പോസ്തോലിക ഉപദേശം ശ്രദ്ധിക്കുക. എല്ലായ്പ്പോഴും ഭക്തിയോടിരിക്കുക എന്നത് സാധ്യമാകണമെങ്കിൽ യഹോവ ഭക്തിക്കുള്ള പ്രതിഫലങ്ങളെ ഇവിടെ പ്രാപിക്കണമെങ്കിൽ ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകളെ ഒഴിച്ച് ദൈവഭക്തിക്കൊത്ത അഭ്യാസം ചെയ്യും. ശരീരാഭ്യാസം അല്പപ്രയോജനമുള്ളതത്രേ. യഹോവ ഭക്തിയോ ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനിരിക്കുന്നതിൻ്റെയും വാഗ്ദത്തമുള്ളതാകിയാൽ സകലത്തിനും പ്രയോജനകരമാകുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ ഓർപ്പിക്കുന്നു. ആകയാൽ നാം കർത്താവായ യേശുക്രിസ്തുവിന്റെ പഥ്യവചനം ഭക്തിക്കത്ത ഉപദേശവും അനുസരിച്ച് ആത്മാവിന്റെ നടത്തിപ്പിന് കീഴ്പ്പെട്ട് ദൈവസഭയുടെ കൂട്ടായ്മയിൽ സന്തോഷിക്കുകയും രസിക്കുകയും ചെയ്യുന്നവരായി തീരേണ്ടതാണ്. കൂടപ്പിറപ്പുകളെ, എപ്പോഴും യഹോവ ഭക്തിയോടെ ഇരിക്കുക, ഭക്തിക്കൊത്ത അഭ്യാസം ചെയ്യുക, പഥ്യവചനവും അപ്പോസ്തല ഉപദേശവും അനുസരിച്ച് ഇപ്പോഴത്തെ ജീവനും വരുവാനും ഉള്ളതിൻ്റെയും വാഗ്ദത്തങ്ങൾ സ്വായത്തമാക്കിയെടുക്കുവാൻ പരിശ്രമിക്കുക. ഈ ആലോചനകളാൽ ദൈവം ഇന്ന് പ്രഭാതത്തിലും ഇന്ന് പകൽ മുഴുവനും യഹോഭക്തിയോടെ ജീവിക്കുവാൻ എല്ലാവരെയും പ്രാപ്തരാക്കി തീർക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേട്ട് ധ്യാനിച്ച് ബലപ്പെടുവാൻ ഞങ്ങൾക്ക് നൽകി തന്നു ഈ നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മക്കളെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജനം അനുഗ്രഹിക്കപ്പെടട്ടെ, ജനം വിടുവിക്കപ്പെടട്ടെ. യഹോവ ഭക്തിയോടെ ഇരിക്കുവാൻ കർത്താവേ, അങ്ങയിൽ നിന്നുള്ള എല്ലാവിധമായ നല്ല ദാനങ്ങളും അനുഗ്രഹങ്ങളും ഒരു ഭക്തന്റെ മേൽ വ്യാപരിക്കേണ്ട സകലവിധ വിടുതലുകളും പ്രാപിച്ചനുഭവിക്കുവാൻ എല്ലാവർക്കും ഇടയാക്കണമേ. അതിന് താല്പര്യത്തോടെ, ദാഹത്തോടെ, സമർപ്പണത്തോടെ പ്രാർത്ഥനയിൽ മുട്ടുമടക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശുക്രിസ്തുവിന്റെ രക്തം അപ്രകാരം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടവൻ കൃപയ്ക്കായി സ്തോത്രം. സകലത ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നു യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വാഴ്ത്തപ്പെട്ട് കർത്താവിൻ്റെ വരവെടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ പാടുവോ. എല്ലാവർക്കും തീർക്കാൻ നല്ല കർത്താവിന് എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ പാടുവോ. ഹല്ലേലൂയ ഗീതം പാടിടാം. ഹല്ലേലൂയെല്ലാം മാറിപ്പോകുമേ. ഹല്ലേലൂയ ഗീതം പാടിടാം. ഹല്ലേലൂയെല്ലാം മാറിപ്പോകുമേ. നല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്. എല്ലാ കാലങ്ങളും ചെയ്തരുളമെന്നുണ്ട്. നല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്. എല്ലാ കാലങ്ങളും ചെയ്തരുളമെന്നുണ്ട്. ശത്രുവിനഗ്നിയസ്ത്രങ്ങളാ ശക്തിയെ ക്ഷീണിച്ചിടുമ്പോ. ശത്രുവിനഗ്നിയസ്ത്രങ്ങളാ ശക്തിയെ ക്ഷീണിച്ചിടുമ്പോ. ശത്രുവെ ജയിച്ച കർത്തൻ നമുക്കുണ്ട്. ശുദ്ധകൂട്ടം പാടും നിത്യസ്തുതി പാടുവോ. ശത്രുവെ ജയിച്ച കർത്തൻ നമുക്കുണ്ട്. ശുദ്ധകൂട്ടം പാടും നിത്യസ്തുതി പാടുവോ. ഹല്ലേലൂയ ഗീതം പാടിടാം. ഹല്ലേലൂയെല്ലാം മാറിപ്പോകുമേ. ഹല്ലേലൂയ ഗീതം പാടിടാം. ഹല്ലേലൂയെല്ലാം മാറിപ്പോകുമേ. നല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്. എല്ലാ ഗാനങ്ങളും ചെയ്തരുളമെന്നുണ്ട്. നല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്. എല്ലാ ഗാനങ്ങളും ചെയ്തരുളമെന്നുണ്ട്. സർവ്വബഹുമാനം സ്തുതിയും പൂർവിനായകനു മഹത്വം. സർവ്വബഹുമാനം സ്തുതിയും പൂർവിനായകനു മഹത്വം. സർവ്വരും സ്തുതിക്കും സർവ്വവല്ലഭന്. അല്ലും പകലും നാം